നാടൻ പെണ്ണും കോളേജ് കളിപ്പിനും. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. റിയ വേഡ് സനാസ്. കോളേജിലെ പ്രണയ ജോഡികളുടെ വിവാഹമാണ്. പഠനം കഴിഞ്ഞ് ഒത്തിരി നാളായെങ്കിലും കോളേജിലെ എല്ലാ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും അവർ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. ഒരു വശത്ത് റിസപ്ഷൻ നടക്കുകയാണ്. വരുന്ന അതിഥികളൊക്കെ റിസപ്ഷൻ വേദിയിലേക്ക് കടന്നു വന്ന് വധൂവരന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോക്ക് പോസ് ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ സുന്ദരിയും സുമുഖിയുമായ ഒരു പെൺകുട്ടി അങ്ങോട്ട് കടന്നു വരുന്നു. അവൾ റിയയും സനാസിന്റെ അടുത്തേക്ക് വന്നു. ആ പെൺകുട്ടി ആശംസകളോടെ കൈകൊടുത്തു. ശേഷം അവൾ സനാസിന്റെ അടുത്ത് ചെന്നു അവന് ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ച് തുരിതുരെ ഉമ്മ കൊടുത്തു. അതുകൊണ്ട് ആ കല്യാണത്തിന് വന്നുകൂടി അവരെ അമ്പരന്നു. ഏതാ ഈ പെൺകുട്ടി? ഇവൾ എന്ത് വൃത്തിയായി കാണിക്കുന്നത് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച്? റിയ അത് കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. സനാസിക തന്നെ ചതിക്കുകയായിരുന്നു. ഇയാൾക്ക് കാമുകയുണ്ടായിരുന്നു. ഛേ, എന്തൊരു നാണക്കേടാ ഇത്. ഇവർക്ക് തമ്മിൽ കല്യാണം കഴിക്കായിരുന്നില്ലേ? തന്നെ എന്തിനു കുടുക്കി? ദേഷ്യം കത്തുന്ന കണ്ണുകളോടെ റിയ സനാസിനെ നോക്കി. പക്ഷെ അവന്റെ മുഖത്ത് അത്ഭുതമാണ്. തന്നെ കെട്ടിപ്പിടിച്ചുമ്പിക്കുന്ന പെൺകുട്ടി അവൻ ഭീതിയോടെ അകറ്റി മാറ്റി. അപ്പോഴേക്ക് അവിടെ സനാസിന്റെ ഉപ്പയും ഉമ്മയും ഓടി വന്നു. അവർ ആ പെൺകുട്ടിയെ ബലമായി പിടിച്ച് ചോദിച്ചു, ആരാ നീ? എന്തിനാ വന്ന്? നിന്റെ പേരെന്താ? ആ പെൺകുട്ടി ദയനീയതയോടെ സനാസിനെ നോക്കി. അതിലേറെ ദയനീയമായിരുന്നു സനാസിന്റെ അവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയാതെ കരയുന്ന മുഖഭാവം. തന്റെ ജീവിതം തകർന്നു. ഈ സനാസിനെ അന്ന് കോളേജിൽ വെച്ച് പ്രപ്പോസൽ ചെയ്ത് പ്രണയിക്കുമ്പോൾ അവൻ പറഞ്ഞിരുന്നു, തനിക്കൊരു കാമുകയുണ്ട്, നിനക്കറിയുമെന്ന്. അന്നൊരു തമാശയായിരിക്കുന്നേ കരുതിയുള്ളൂ. സത്യത്തിൽ ഇങ്ങനെയുള്ളവന്മാരുണ്ടായിരുന്നോ? റിയക്കാകെ പരവേശമായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുഴങ്ങി. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് താൻ അപമാനിതയായിരിക്കുകയാണ്. ഈ കണ്ട വർഷമൊക്കെ താൻ സനാസിനെ പ്രണയിച്ചൊക്കെ വെറുതെ. ഒക്കെ അവന്റെ നാടകമായിരുന്നു. അവനോടുള്ള തന്റെ മുഴുത്ത പ്രണയത്തിനു മുമ്പിൽ അവൻ നൽകിയ സൂചനകളൊക്കെ താൻ അവഗണിച്ചു. അതൊക്കെ സത്യമായിരുന്നു. പെട്ടെന്ന് കണ്ണിൽ ഇട്ടുകയറുന്ന പോലെ തോന്നി. അയാൾ ബോധമറ്റ ആ വേദിയിലേക്ക് കുഴഞ്ഞു വീണു. ആരൊക്കെ അവളുടെ മുഖത്ത് വെള്ളം തളിച്ചു. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അത് ആ പെൺകുട്ടി തന്റെ മുമ്പിൽ പല്ലും മുഖവും കാണിച്ച് പൊട്ടിച്ചിരിക്കുന്നു. അല്ലാ, ഇത് സനാസിക്കാന്റെ ഫ്രണ്ട് സിഫാനല്ലേ? ഈ പയ്യനാണോ പെൺവേഷം കെട്ടി തന്നെ പറ്റിച്ച്? അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. കൂട്ടുകാരൊക്കെ വന്ന് കൈയടിച്ച് അവളെ വീണ്ടും നാണം കെടുത്തി. റിയയുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ചേർന്ന് ഒപ്പിച്ച വേലയായിരുന്നത്. അയ്യേ, റിയ വീണ്ടും ചമ്മി. റിയയുടെ സ്മരണകൾ ആ ക്യാമ്പസ് ലോകത്തിലേക്ക് പോയി. ആ ക്യാമ്പസിലെ കലോത്സവം നടക്കുകയാണ്. ഗിത്താറിൽ സ്ട്രിങ്ങിന്റെ തന്റെ വിരൽ കൊണ്ട് മാന്ത്രിക സ്പർശം നടത്തി ഈണമുറ്റ വരികളാക്കി ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഫൈനൽ ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയും കലാകാരനുമായ സനാസ്. സനാസിന്റെ ഗിത്താറിൽ മലയാളവും ഹിന്ദിയും റാപ്പും റോപ്പും എല്ലാ സംഗീതവും മാറി മാറി വന്നു. ഓർക്കസ്ട്രയും വിശ്രമമില്ലാതെ അവന്റെ പാട്ടിന്റെ ഈണത്തിനനുസരിച്ച് സ്റ്റേജിനെയും സദസ്സിനെയും പ്രകമ്പനം കൊള്ളിച്ചു. കാണികളായ കോളേജ് കുട്ടികൾ താളത്തിനൊപ്പം ചുവട് വെച്ചപ്പോൾ സദസ്സും ഇളകി മറിഞ്ഞു. ഏതെങ്കിലും പരിപാടിക്ക് പിടിച്ചു വലിച്ച് തങ്ങളുടെ കൂടെ കൂട്ടിയാൽ പോലും ഒന്ന് താളത്തിന് ചുവട് വെക്കാനോ എത്ര തന്നെ നിർബന്ധിച്ചാലും ഒന്ന് പാടാനോ കൂട്ടാക്കാത്ത റിയ പോലും അവന്റെ പാട്ടിനനുസരിച്ച് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ഡാൻസ് കളിച്ചു പോയി. അമ്പമ്പോ, അത്ഭുതാണല്ലോ. ദേടി, നമ്മൾ റിയക്കുട്ടി ഡാൻസ് ചെയ്യുന്നു. കൂട്ടത്തിൽ കളിക്കുന്നതിനിടയിൽ നിന്നും ജാൻസി വിളിച്ചു പറഞ്ഞു. അത്രയ്ക്ക് ആവേശം ജനിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് സനാസിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ. കളിയാക്കണ്ട എടി, ഞാൻ സനാസിക്കുന്ന ഫാന്. പുള്ളിയുടെ പാട്ട് കേട്ട ഇത്തിരി കലാബോധമുള്ള ആർക്കെങ്കിലും ചുമ്മാതിരിക്കാനാവോ? ചൂടുവെക്കുന്നതിനിൽ തന്നെ കളിയാക്കുന്ന കൂട്ടുകാരികളോട് റിയ പറഞ്ഞു. ആ സംഗീത പെരുമഴ 15 മിനിറ്റോളം നീണ്ടു നിന്നു. പെയ്തൊഴിഞ്ഞ ആകാശത്തിന്റെ ശാന്തത പോലെ അവസാനം ഗിത്താറിന്റെ തന്ത്രികളിലെ സംഗീതം നിലച്ചു. സദസ്സും വേദിയും നിശബ്ദമായി. പിന്നെ നീണ്ട കരഘോഷമായിരുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സനാസ് തന്റെ ഗിത്താറുമായി വേദിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. എടി റിയ, നിനക്ക് നിന്റെ സ്റ്റാറായ സനാസിക്കയുടെ ആശംസകൾ പറയണോ? അവൾ മൂളി. സത്യം പറ, സുറുമി ഒന്നുകൂടെ ചോദിച്ചു. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ചളിപ്പോടെ ഒഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയാണ് റിയ. കൂട്ടുകാരി സുറുമി അത് ചോദിച്ചപ്പോൾ റിയയുടെ കണ്ണുകൾ വിടർന്നു. സത്യാണോ? എനിക്ക് സാധിക്കുമോ? ഇതിലെന്തിപ്പിത്ര സാധിക്കാൻ? നീ വാ, ഇപ്പൊ സാധിക്കാൻ നിന്റെ ആഗ്രഹം. സുറുമി റിയയുടെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് ഓടി. സ്റ്റേജിന്റെ പുറകുവശത്തൂടെ സനാസ് നടന്നു പോവുകയായിരുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്ന് കിളിമൊഴി പോലെ ആ സ്വരം കേട്ടത്. സനാസിക്കാന്റെ പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. അവൻ തിരിഞ്ഞു നോക്കി. 2 പെൺകുട്ടികൾ. ജൂനിയറാണെന്ന് തോന്നുന്നു. അതിൽ വെളുത്തു മെലിഞ്ഞൊരു പെൺകുട്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അവളെ നോക്കി. ആണോ? താങ്ക്സ്. അതും പറഞ്ഞ് അവൻ നടന്നു നീങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴേക്കൊരു കൂട്ടം പെൺകുട്ടികൾ ഓടിയെത്തി. സനാസിക്ക, സനാസിക്ക. കുറെ പെൺകുട്ടികൾ സനാസിനെ പൊതിഞ്ഞു. പക്ഷേ സനാസിനെ ഇങ്ങോട്ട് നടന്നു നീങ്ങാനുള്ള ആവശ്യമുള്ള പോലെ അവൻ പതുക്കെ നീങ്ങിയാണ് മുന്നോട്ട്. തന്നെ അനുമോദിക്കുന്നവരവൻ തിരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ നടന്നു നീങ്ങാൻ ശ്രമിക്കുകയാണ്. അതൊന്നും കൂട്ടാക്കാതെ ഒരുപാട് പേർ അവൻ അനുഗമിച്ച് ആശംസകൾ അറിയിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇന്റർസോൺ മത്സരം നടക്കുകയാണ്. ഇവരുടെ കോളേജിൽ നിന്നും കലാപരിപാടികളുമായി പലരും പോയിരുന്നു. സനാസിന് ഇന്റർസോൺ മത്സരത്തിൽ മികച്ച ഗിത്താറിസ്റ്റിന് 1ാം സ്ഥാനം കിട്ടി. അതിന് അനുമോദനം കോളേജിൽ വെച്ച് നടന്നു. നിനക്ക് സനാസിക്കാനോട് മുഴുത്ത പ്രണയമാണല്ലോ. എന്താ ഇപ്പൊ സംസ്ഥാനത്തിൽ നേട്ടമായിട്ട് വന്നിട്ട് പോലും പുള്ളിയെ പ്രശംസിക്കാൻ പോവാത്ത? സുറുമി ചോദിച്ചു. അതിന് കക്ഷിയൊന്നും ഒറ്റയ്ക്ക് ഇട്ടണ്ടേ? ദേ, പുള്ളി തെക്കേ ക്യാമ്പസിന്റെ തേന്മാവിന്റെ തറയിലിരിപ്പുണ്ട്.
വേണ്ട സുറുമി, കക്ഷിക്ക് നമ്മുടെ പ്രശംസ കേൾക്കാൻ നേരം ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ ഇഷ്ടം മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. എടി സനാസ് ഒരു കലാകാരനാ. അല്ലറ ചില്ലറ കുരുത്തക്കേടെ കൊണ്ടെന്നല്ലാതെ പുള്ളി നല്ല മനസ്സിനുടമയാ. അതുപോലത്തെ ഒരാളെ സുഹൃത്തായി കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. അങ്ങനെ ആരുമായിട്ട് സൗഹൃദം കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. നിനക്കാണ് ഈ പ്രണയമല്ലേ, അത് ചിലപ്പോൾ തുറന്നു പറഞ്ഞാൽ അവൻ നിന്നെ ഇഷ്ടപ്പെട്ടേക്കും. അതിനവൻ അറിയണ്ടേ? ഏയ് അതൊന്നും ശരിയാവില്ല, അതൊന്നും വേണ്ട. അപ്പം നിന്റെ മനസ്സിൽ അവനോട് ഒന്നുമില്ലേ? ഉണ്ട്, അതൊക്കെ ഇക്ക് അംഗീകരിക്കുന്നൊന്നും അറിയില്ലല്ലോ. ചുമ്മാ നമ്മളായിട്ട്. അവൾ പകുതിക്ക് വെച്ച് നിർത്തി. ചെന്ന് നാറണമെന്ന് അല്ലേ? എടി പ്രണയം എന്ന് പറയും ദിവ്യമായിട്ടുള്ള ഒരു വികാര. അത് ആർക്കും ആരിലും വരില്ല. ഇനി അങ്ങനെ വന്നാൽ അത് അറിയേണ്ടവർ അറിയിക്കണം. നീ സനാസിനെ പ്രപ്പോസ് ചെയ്യുന്നു, ഞാൻ സഹായിക്കാം. എങ്ങനെ? അതൊക്കെ ഉണ്ട്, പറയാം, വാ. സുറുമി മറ്റു കൂട്ടുകാരികളെയും വിളിച്ച് റിയയുടെ കൈയും പിടിച്ച് തേന്മാവിൻ തറയിലിരിക്കുന്ന സനാസിന്റെ അടുക്കിലേക്ക് പതുക്കെ നടന്നു. കൺഗ്രാറ്റുലേഷൻ സനാസിക്ക. റിയ കൂട്ടുകാരിയോടൊത്ത് പോയി. അവർ ബൂസ്റ്റ് ചെയ്ത ബലത്തിൽ അങ്ങനെ പറയുമ്പോൾ സനാസ് തന്റെ വയലിൻ കമ്പികൾ വലിച്ച് കെട്ടുകയായിരുന്നു. റിയ, അത് കൊടുക്കൂ, സുറുമി പ്രോത്സാഹിപ്പിച്ചു. ചുരിദാറിന്റെ ഷോളിന്റെ മറവിൽ പിടിച്ചിരിക്കുന്ന റിയയുടെ കൈകൾ അപ്പോഴാണ് സനാസ് ശ്രദ്ധിച്ച്. എന്താ അത്? ഉടനെ അവൾ ചുരിദാറിന്റെ മറവിലും തന്റെ കൈ പുറത്തെടുത്തു. ഒരു ചെമ്പനീറായിരുന്നു അത്. ഇതാർക്ക? സനാസ് ചോദിച്ചു. അവൾ തന്റെ കൈകളെ ചുവന്ന റോസാപ്പൂവ് സനാസിന് നേരെ നീട്ടിക്കൊണ്ട് പ്രേമപൂർവ്വം പറഞ്ഞു. സനാസിക്ക, എനിക്ക് ഇക്കാന്റെ സംഗീതവും പിന്നെ ഇക്കേ ഇഷ്ടം. ഇതെന്റെ മനസ്സാ. അവൾ പേടിച്ച് വിറയാർന്ന കൈകളോടെ അവന് നേരെ ആ ചുവന്ന പനിനീർപ്പൂവ് നീട്ടി ഒരുവിധം അങ്ങനെ പറഞ്ഞൊപ്പിച്ചു. ആർക്ക് വേണം നിന്റെ മനസ്സ്? ഒന്ന് പോടി വെച്ച്. പാട്ട് ഇഷ്ടമായത് പറഞ്ഞല്ലോ, അതിന് നന്ദിയുണ്ട്. ചുമ്മാ വേഷം കെട്ടെടുത്തിൻ്റെ അടുത്ത് വരല്ലേ? അല്ല സനാസിക്ക, വേഷം കെട്ടല്ല, ഞാൻ ശരിക്കും പറയുന്ന. കൊച്ചേ, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാനൊക്കെ അടുത്ത വർഷം ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞു പോകും. നീ ഇത്തിരി മാസം കൂടെ +2 കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. ഈ സമയം കൊണ്ട് ആരും വളഞ്ഞില്ലേ? അതൊക്കെ കഴിഞ്ഞ് ബ്രേക്കപ്പ് ആയോ? അവനൊക്കെ എവിടെ പോയി? അത് കേട്ട് അവൾ കരയാൻ തുടങ്ങി. അവൾ തന്റെ കൂട്ടുകാരികളുടെ നേരെ നോക്കി തട്ടിക്കയറി. ഞാൻ പറഞ്ഞല്ലേ, എന്റെ ഇഷ്ടം എന്റെ മനസ്സ് തന്നെ ഇരിക്കട്ടെ. ഇതൊന്നും എന്നെ കൊണ്ട് തുറന്നു പറയാനാവില്ലെന്നൊക്കെ. നിങ്ങളല്ലേ വെറുതെ ഇങ്ങനെ വേഷം കെട്ടിച്ച്. ഇതുപോലുള്ള കഴിവും സൗന്ദര്യമുള്ള ചെറുപ്പക്കാർക്ക് ഇതുപോലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ ഹൃദയം കാണിച്ചിട്ട് നിരാകരിക്കുന്നത്? അവൾ കരച്ചിലിനിടയിൽ അങ്ങനെ ചോദിച്ചു. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി തന്റെ മുമ്പിൽ ഇങ്ങനെ കരയുന്നത്, അതും പ്രണയാഭ്യർത്ഥനയുമായി. സനാസ് അവൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു. വന്നു കയറിയിട്ട് മാസങ്ങളായിട്ടില്ല. അതിനുമുമ്പ് ഇവൾക്ക് പ്രേമമാണ്. കോളേജിലയുടെ പാട്ടും കഴിഞ്ഞ് അവൻ വിശ്രമിക്കായിരുന്നു. സ്റ്റേജിന്റെ അല്പം മാറി അതിന്റെ പരിസരത്ത്. അന്ന് തന്നെ അനുമോദിച്ചതാ. അതിൽ പിന്നെ എപ്പോഴാണ് ഇവർക്ക് പ്രേമൊക്കെ മുളച്ച്? ഗിത്താറിന്റെ തന്ത്രികളൊക്കെ ഒന്ന് വലിച്ചു കിട്ടുകയായിരുന്നു സനാസ്. ഈ കുട്ടി എന്താ ഇങ്ങനെ? പ്രശംസിക്കാൻ ഒരുപാട് പേര് അങ്ങനെ വരാറുണ്ട്. പക്ഷെ അവരേക്ക് ഒരു താങ്ക്സ് പറഞ്ഞ് അവൻ ഒഴിവാക്കും. പൂവൊക്കെ വെച്ച് കാട്ടി പ്രപ്പോസ് ചെയ്യാം. ഇങ്ങനെ ഒരു പെൺകുട്ടി വരുന്ന അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വാലന്റൈൻസ് ഡേക്ക് ഈ കോളേജിലെ ക്യാമ്പസുകളിൽ നിന്നും ഒരുപാട് ഇങ്ങനെ തമാശ പുഷ്പങ്ങൾ കൊണ്ടുവന്ന് തരുമായിരുന്നു. അതൊക്കെ ആ സമയത്ത് ആ ഒരു നിമിഷം കൊണ്ട് ഈ കൊച്ചിത് എന്ത് വായിച്ചാ? ഇവൾ കരയും സങ്കടം പറയുകയും ചെയ്യുന്നു. എന്നതിന്റെ പേര്? റിയ. അവൾ തേങ്ങലോടെ പറഞ്ഞു. ആദ്യം കരച്ചിൽ നിർത്ത്. നോക്ക് റിയ, നല്ലൊരു ഫ്രണ്ടായിട്ട് നമുക്ക് കുറച്ച് നാൾ കഴിയാം. അതിനുള്ളിൽ നിന്റെ പ്രേമം നിലനിൽക്കുമോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. സനാസ് അവൾക്ക് അല്പം ധൈര്യം പകർന്നു. റിയ, ഇത് 2026. പ്രണയ വിവാഹമൊക്കെ വളരെ ആലോചിച്ചിരിക്കേണ്ട കാലഘട്ടമാണ്. ഇതൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് എടുക്കണം. ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നിനക്കറിയില്ല. എനിക്ക് വേറെ പ്രണയമുണ്ടോ അല്ല ഉണ്ടായിരുന്നോ എന്ന് നീ അന്വേഷിച്ചിട്ടില്ല. ഗിറ്റാറിൽ കുറേ മ്യൂസിക് പ്ലേ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ഹൃദയം ശുദ്ധമാവണമെന്നില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാനുണ്ട്. പ്രേമത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പേരിൽ അതൊന്നും മാറ്റിവെക്കാനോ താഴാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിന്നെക്കാളും സുന്ദരിയും എന്നെ നിന്നെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് ഇനി വന്നുകൂടായികയില്ല. ഞാനിപ്പോൾ തന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ കിട്ടാനുള്ള അവസരമല്ലേ നഷ്ടാവുന്നു? അത് കേട്ടപ്പോൾ അവളൊന്ന് ചിന്നി. തേങ്ങലുകൾ അറിയാതെ വീണ്ടും ഉയർന്നു പൊങ്ങി. സനാസ് തുടർന്നു. കുട്ടി വിഷമിക്കാതിരിക്കുക. ഒരാളോട് ഒരു നിമിഷം കൊണ്ട് പ്രണയം വരാം. പക്ഷെ സൗഹൃദം വേണമെങ്കിൽ കുറേ നാൾ കണ്ടും കേട്ടും അടുത്ത് ഇടപഴകണം. നമ്മുടെ ഓരോ തീരുമാനങ്ങൾക്കും ഭാവിയെ മാറ്റിമറിക്കാൻ ശക്തിയുണ്ട്. ആലോചിച്ച് തീരുമാനമെടുക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. മോളെ, നമ്മുടെ മനുഷ്യന്റെ ജീവിതമല്ലേ, അതൊക്കെ ആർക്കും നിശ്ചയിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ തോന്നുമ്പോൾ ഓരോന്നും ചെയ്തിട്ട് വലിയൊരു ജന്മത്തെ പാഴാക്കുന്നത് ശരിയല്ലല്ലോ. കുറെ കൂടി ആലോചിക്കേണ്ട തീരുമാനങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ആദ്യം നല്ല സുഹൃത്താവാം, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. അപ്പോൾ ഏതായാലും സമയം നമുക്ക് കിട്ടും. അതോടുകൂടി അവളുടെ കരച്ചിൽ നിന്നു തന്നെ ഇഷ്ടപ്പെടുമെന്ന് അവൾക്ക് തോന്നി. അവൾ വെച്ച് നീട്ടിയ പൂവാവും വാങ്ങിച്ചു. നമ്മളിപ്പോൾ ഫ്രണ്ട്സാണ്, ഓക്കെ? അവൾ മൂളി. സുറുമിയും പ്രിയയും കൂട്ടുകാരും ക്ലാസ്സിലേക്ക് മടങ്ങി. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ച്? പ്രപ്പോസലോ അതോ നഴ്സറി കുഞ്ഞുങ്ങൾ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് കരയുന്ന സീനോ? കൂട്ടുകാരികളെല്ലാവരും റിയ വളഞ്ഞിട്ട് കളിയാക്കി. ഹോ, ഇതുപോലെ പ്രപ്പോസൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നെ പ്രേമിക്കണക്കാക്ക് പ്രേമിക്കണക്കാ. ജാൻസി നേരത്തെ നടന്ന സംഭവം മോണാക്ടിലൂടെ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു റിയയെ കളിയാക്കി. അതുകൊണ്ട് എല്ലാവരും കൈകൊട്ടിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു. പിന്നെ ആ വർഷം അവർ നല്ല ചങ്ങാതിമാരായി സൗഹൃദം പങ്കുവച്ചു. വർഷാവസാനമാകുമ്പോഴേക്കും സനാസിൽ റിയക്ക് അനുകൂലമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. റിയ ഇല്ലാതെ ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ പറ്റില്ലെന്നായി. അങ്ങനെ ആ ബന്ധം ക്രമേണ പ്രണയത്തിൽ കലാശിക്കുകയായിരുന്നു. കോളേജ് പഠനത്തിന് ശേഷം സനാസി കേരളത്തിൽ അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റായി സിനിമാ പിന്നണിയിൽ പ്രവർത്തിച്ചു.
ഇതിനിടെ പഠനം പൂർത്തിയാക്കിയ റിയക്കും ജോലി ലഭിച്ചു. അങ്ങനെ ഇന്ന് ആ കല്യാണം ഭംഗിയിൽ കലാശിച്ചു.